കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നല്ല നാമം ഈ നല്ല രാത്രി വാഴ്ത്തപ്പെടട്ടെ. ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഈ രാത്രിയും നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ ആയിരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ഈ രാത്രിയിൽ ഗ്രേസ് ടിവിയുടെ നല്ലവരായ എല്ലാ പ്രേക്ഷകർക്കും ദൈവവചനത്തെ സ്നേഹിക്കുന്ന, ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവവചനം അതിൻ്റെതായ അർത്ഥത്തിൽ സ്തോത്രം അകത്തളങ്ങളിൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സന്ധ്യാവന്ദനത്തെ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. സംഭവബഹുലമായ ഒരു ദിവസം കൂടെ നമ്മളെ വിട്ട് കടന്നുപോയല്ലോ. നാം ഓരോ ദിവസവും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി ജീവിക്കുവാൻ, വിശ്വസ്തരായി ജീവിക്കുവാൻ, ദൈവകൃപയോടെ ജീവിക്കുവാൻ, പ്രാർത്ഥനയോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് സുപരിചിതമായ ഒരു വാക്യം ദൈവസന്നിധാനത്തിൽ വായിക്കാം. എൻ്റെ കൂടെ ദൈവത്തിൻ്റെ വചനം എടുക്കാൻ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ വചനം എടുത്താട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യമാണ് നമ്മൾ ഒരുമിച്ച് വായിക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെയാണ് ആ വാക്യം. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ വചനമാണ് ഈ രാത്രി നമ്മൾ വായിച്ചത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നിരവധി അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. മരിച്ചവരെ അവൻ ഉയർപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. 4 നാളായി കല്ലറയ്ക്കകത്ത് നാറ്റം വെച്ച ലാസറിനെ ദൈവമായ കർത്താവ് ഉയർപ്പിച്ചു. കല്ലറയ്ക്കകത്ത് ഇരുന്നവനെ കർത്താവ് ഉയർപ്പിച്ചു. 2 സ്തോത്രം മരിച്ചിട്ട് അടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന വഴിയരികിൽ നിന്നുകൊണ്ട് കർത്താവ് സ്തോത്രം നയിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. ഇനി അത് മാത്രമല്ല, 5 അപ്പം കൊണ്ട് 5000-ലധികം പുരുഷാരത്തെ കർത്താവ് പോഷിപ്പിച്ചു. കാനാവിലെ കല്യാണത്തിൽ വെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കി. അങ്ങനെ അനവധി വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും സ്തോത്രം അടയാളങ്ങളും സ്വർഗസ്ഥനായ കർത്താവ് ചെയ്തതായി നമുക്ക് വായിക്കുവാൻ, മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കർത്താവ് ചെയ്ത സ്തോത്രം അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ഇവിടെ വായിച്ചത്. മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ സ്തോത്രം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവും അതുപോലെ ശിഷ്യന്മാരും സ്തോത്ര പടകിൽ കടലിലൂടെ എന്ത് ചെയ്യുക? യാത്ര ചെയ്യുക. സന്ധ്യ ആയപ്പോഴാണ്, ഏതാണ്ടൊരു 6 മണി 7 മണി സമയമാണ്. ഏകദേശം ഇരുട്ടൊക്കെ വ്യാപരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സന്ധ്യ ആയ സമയത്ത് അവര് സ്തോത്രം യേശുവിൻ്റെ വാക്ക് പ്രകാരം അവര് യാത്ര പുറപ്പെട്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യേശുവിൻ്റെ വാക്ക് കേട്ട് നാം യാത്ര പുറപ്പെട്ടാൽ നമ്മുടെ യാത്ര സഫലമാകും. ഈ രാത്രി ഈ സന്ദേശം കേൾക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവിൻ്റെ വാക്കിനനുസരിച്ച് നീ യാത്ര തുടങ്ങ്. സ്തോത്രം. നിന്റെ ജോലിയിലേക്കുള്ള യാത്രയാണെങ്കിലും നിന്റെ കുടുംബജീവിതത്തിലേക്കുള്ള യാത്രയാണെങ്കിലും പരിശുദ്ധാത്മാവ് ഈ രാത്രി ആരോടോ ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. സ്തോത്രം. നീ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് യാത്ര പുറപ്പെട്. നീ പ്രാർത്ഥനയിൽ ആശ്രയിച്ച് യാത്ര പുറപ്പെട്. വചനത്തിൽ ആശ്രയിച്ച് നീ യാത്ര പുറപ്പെട്. നിന്റെ യാത്ര സഫലമാക്കുമെന്ന് ഈ സന്ദേശത്തിന്റെ പ്രാരംഭ നിമിഷം തന്നെ കർത്താവ് പറയുകയാണ്. ഇന്നലകളിൽ യാത്ര മുടങ്ങിയ ആരോ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. സ്തോത്രം. ഇന്നലകളിൽ ആഗ്രഹിച്ച യാത്ര സ്തോത്രം മുടക്കം വന്ന ഹല്ലേലൂയ ആരൊക്കെയോ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. ഇന്നലകളിൽ പല കാര്യങ്ങളും വളരെ ഉത്സാഹത്തോടും ആഗ്രഹത്തോടും തുടങ്ങിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതെ മുടങ്ങിപ്പോയ ആരെയൊക്കെയോ നോക്കി രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പിന്നെയും അത് തുടങ്ങ്. അത് നിവർത്തീകരിക്കാൻ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, അത് സഫലീകരിക്കാൻ എൻ്റെ കർത്താവ് ശക്തനായ ദൈവമാണ്. അവര് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ അവരെന്ത് ചെയ്തു? യാത്ര തുടങ്ങി. മറ്റ് ചെറിയ പടകുകളും ആൾക്കാരും കൂടെയൊക്കെ എന്ത് ചെയ്തു? അവരോടുകൂടെ ഉണ്ടായിരുന്നു. 37-ാമത്തെ വാക്യമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത്. ഇങ്ങനെയാണത്. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ്
ഉണ്ടായി. സ്തോത്രം. സാധാരണ കടലിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കറിയാം, ഭയങ്കരമായ ചുഴലിക്കാറ്റുകളും ഈശാന മൂലനാകുന്ന കാറ്റുകളും മറ്റ് ചെറു കാറ്റുകളും എപ്പോഴും തിരമാലകളും എപ്പോഴും മാറി മാറി അടിക്കുന്ന ഒരു സ്ഥലമാണ് ഏത്? കടൽ എന്ന് പറയുന്നത്. കടലെന്ന് ചിന്തിക്കുമ്പോഴേ നമ്മുടെ മനസ്സിനകത്ത് ഒരുപക്ഷെ പലർക്കും ഭീതി തോന്നുന്ന, നമ്മളെ പേടിപ്പിക്കുന്ന പല അനുഭവങ്ങളും കടന്നു വരാറുണ്ട്. കടലാണ്, തിരമാലയാണ്, ഓളമാണ്, വെള്ളമാണ്, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചിന്തകളും ചോദ്യങ്ങളും ഒക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. എനിക്കറിയത്തില്ല, ഇന്ന് രാത്രിയും ഇതുപോലെ ആരൊക്കെയോ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. നീ ഈ സന്ദേശം കേൾക്കുന്ന ഹൃദയത്തിനകത്ത് ഒത്തിരി ചോദ്യചിഹ്നങ്ങളുമായിട്ട്, ഇന്നലകളിൽ എന്താണ് അങ്ങനെ സംഭവിച്ചത്? ഓരോ തിരമാലകളും എൻ്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചിട്ട് അതെൻ്റെ തകർത്തുകൊണ്ടിരിക്കുകയാണല്ലോ പാസ്റ്ററേ. സ്തോത്രം. പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി കർത്താവ് നിന്നോടാണ് പറയുന്നത്, ഹല്ലേലൂയ, യേശു ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, തിരമാലകളുണ്ട്, ഭാരങ്ങളുണ്ട്, ഓളങ്ങളുണ്ട്, ആ പടകിന് നേരെ ഈ പ്രതിസന്ധികളുണ്ട്. ദേ ശ്രദ്ധിച്ചേ, അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് സ്തോത്രം കടലിനകത്തുണ്ടായി. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് പടകിൽ എന്ത് ചെയ്തു? തിര തള്ളി കയറി അത് മുങ്ങുമാറായി. കണ്ടോ? സ്തോത്രം. കടലിൽ ആകമാനമാണ് സ്തോത്രം ഹല്ലേലൂയ ചുഴലിക്കാറ്റ് അടിച്ചത്. പക്ഷെ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടായത് പടകിനകത്താണ്. എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, പലതിൻ്റെയും ആഫ്റ്റർ ഇഫക്റ്റുകൾ വഹിക്കുന്ന കുടുംബമാണ് നിന്റെ. ഹല്ലേലൂയ, പല കാര്യങ്ങളുടെയും ആഫ്റ്റർ ഇഫക്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ അനുഭവിക്കുന്ന വ്യക്തിയാണ്. മറ്റെങ്ങോ ഉണ്ടായ ഒരു പ്രയാസമാണ്, പക്ഷെ നിന്റെ വീടിനെയും അത് ആഞ്ഞടിച്ചു. മറ്റെവിടോ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്, പക്ഷെ നിന്റെ തലമുറയും അത് കയറിപ്പിടിച്ചു. മറ്റേതോ രാജ്യത്തുണ്ടായ ഒരു ഭാരമായിരുന്നു, പക്ഷെ നിന്റെ തലമുറയുടെ ജോലിയെയും നിന്റെ ശരീരത്തെ പോലും അതെന്ത് ചെയ്തു? ബാധിച്ചു. അങ്ങനെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? പടകിൽ എന്ത് ചെയ്തു? തള്ളിക്കയറി. പടകിൻ്റെ ഒരു വശത്ത് യേശു എന്ത് ചെയ്തു? തലയണ വെച്ച് സുഖമായി ഉറങ്ങുകയായിരുന്നു. അവർ അവനെ എന്ത് ചെയ്തു? ഉണർത്തി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഉടനെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ, കാറ്റിനെ ശാസിച്ചു, കടലിനോട് എന്ത് ചെയ്തു? അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി കേട്ട, യേശു ഉള്ള പടകിലും യേശു ഇല്ലാത്ത പടകിലും എന്ത് ചെയ്യും? കാറ്റടിക്കും. ശ്രദ്ധിച്ചേ, അവർ പുറപ്പെടുമ്പോൾ അവരുടെ കൂടെ ചെറു പടകളും ഉണ്ടായിരുന്നു. അപ്പൊ യേശു ഉണ്ടായിരുന്ന പടകിനകത്തും കാറ്റടിച്ചു. ഹല്ലേലൂയ, യേശു ഇല്ലാതെ അവരുടെ കൂടെ വന്ന പടകിനകത്തും എന്ത് ചെയ്തു? കാറ്റടിക്കുവാൻ ഇടയായി തീർന്നു. പക്ഷെ ഇന്ന് രാത്രി പറയാം, യേശു ഇല്ലാത്ത പടകിനകത്ത് കാറ്റടിച്ചാൽ ഒരുപക്ഷെ അത് മുങ്ങാൻ സാധ്യതകളുണ്ട്. അടിക്കുന്ന കാറ്റിനകത്ത് തകർന്നു പോകാൻ സാധ്യതകളുണ്ട്. യേശുവില്ലാത്ത കുടുംബത്തിനകത്ത് പ്രതിസന്ധികൾ ഉയരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ തകർച്ചകൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ സാധ്യതകളുണ്ട്. പക്ഷെ യേശുവുള്ള പടകിനകത്ത് കാറ്റടിച്ചാൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ആ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. അവൻ അത്ഭുതങ്ങൾ ചെയ്യും. അവൻ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന ദൈവമാണ്. കേട്ടെ, ഹല്ലേലൂയ, കാറ്റിനെ ശാസിച്ചു കടലിനോട്, ഹല്ലേലൂയ, അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. ഇനി അടുത്ത വാക്യം ഇങ്ങനെയാണ്: കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. ഈ സ്തോത്ര യേശുവിൻ്റെ ഈ അത്ഭുതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പദങ്ങളാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്. രണ്ട് പ്രധാനപ്പെട്ട പദങ്ങളാണ് ഹല്ലേലൂയ എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചത്. ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട പദങ്ങളാണ് ഇന്ന് രാത്രി ഈ സന്ദേശം എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായ മുഖാന്തരം എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ്. എന്താണ്? 37-ാമത്തെ വാക്യത്തിൽ വലിയ ചുഴലിക്കാറ്റ്. സ്തോത്രം. 40-ാമത്തെ വാക്യത്തിൽ വലിയ ശാന്തത. ഇന്ന് രാത്രി ഞാൻ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ കൃപയിലും വചനത്തിലും ആശ്രയിച്ചുകൊണ്ട് പറയട്ടെ, ആ പടകിനകത്ത് അടിച്ചത് വലിയ ചുഴലിക്കാറ്റാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ പടകിനകത്ത് അടിച്ചത് ചെറിയ ചുഴലിക്കാറ്റല്ല. ആ പടകിനകത്ത് അടിച്ചത് നമ്മുടെ ഭാഷയെ പറഞ്ഞ മീഡിയം ചുഴലിക്കാറ്റല്ല. യേശു ഉണ്ടായിരുന്ന, ശിഷ്യന്മാരുണ്ടായിരുന്ന, സന്തോഷത്തോടെ യാത്ര ചെയ്ത ആ പടകിനകത്തടിച്ചത് വലിയ ചുഴലിക്കാറ്റാണ്. ഇന്ന് രാത്രി യേശുവുള്ള നിന്റെ പടകിലും ഒരുപക്ഷെ അടിക്കുന്നത് വലിയ ചുഴലിക്കാറ്റായിരിക്കും. കേട്ടോ,
വലിയ ചുഴലിക്കാറ്റ് അടിക്കുമ്പോൾ പേടിച്ചു പോകരുതേ. വലിയ ചുഴലിക്കാറ്റടിക്കുമ്പോൾ സങ്കടപ്പെട്ടു പോകരുതേ. വലിയ ചുഴലിക്കാറ്റടിക്കുമ്പോൾ തകർന്നു പോകരുതേ. വലിയ ചുഴലിക്കാറ്റടിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യരുതേ. വലിയ ചുഴലിക്കാറ്റടിക്കുമ്പോൾ ജീവിതം വേണ്ടാന്ന് വെക്കരുതേ. വലിയ ചുഴലിക്കാറ്റ് അടിക്കുമ്പോൾ ജീവിതം നശിപ്പിക്കരുതേ. ഒന്നുകൂടെ ഞാൻ പറയാം, വലിയ ചുഴലിക്കാറ്റ് അടിക്കുമ്പോൾ സ്തോത്രം, നീ ലോകത്തിന്റെ മോഹത്തിന് പുറകെ, മദ്യത്തിന് പുറകെ, ലഹരിക്ക് പുറകെ വലിയ ചുഴലിക്കാറ്റടിക്കുമ്പോ പോകരുതേ. കാര്യം എന്താ പാസ്റ്ററേ? ഇന്ന് രാത്രി ഞാൻ സന്തോഷത്തോടെ പറയാം, ചുഴലിക്കാറ്റ് വലിയതാണോ? 40-ാമത്തെ വാക്യം, ദൈവം ഒരുക്കുന്നത് വലിയ ശാന്തതയാണ്. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഒരല്പം മിനിറ്റുകൾ അധരം തുറന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ സന്തോഷത്തോടെ ഈ രാത്രിയിൽ ഈ സന്ദേശത്തിന് മുൻപിൽ നിങ്ങൾ സ്തോത്രം ചെയ്യണം. എന്താ? എൻ്റെ ജീവിതത്തിൽ അടിക്കുന്നത് വലിയ ചുഴലിക്കാറ്റാണ് എന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ അടുത്തത് നിങ്ങൾ പറയേണ്ട പദം എന്താണെന്നറിയാമോ? ഞാനൊരു വലിയ ശാന്തത കാണാൻ പോവാ. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കുന്നവർ പറ, വലിയ ചുഴലിക്കാറ്റ പാസ്റ്ററെ ഞാൻ അനുഭവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ 38-ാമത്തെ വയസ്സുവരെ, അല്ലെങ്കിൽ എൻ്റെ 45-ാമത്തെ വയസ്സുവരെ, എൻ്റെ 60-ാമത്തെ വയസ്സുവരെ ഞാൻ അനുഭവിക്കാത്ത പ്രതിസന്ധിയാ പാസ്റ്ററെ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ അടുത്തത് പറയുമ്പോൾ നിങ്ങൾ ആദരം തുറന്ന് സ്തോത്രം ചെയ്യണം. നിന്റെ 38-ാമത്തെ വയസ്സുവരെ നീ അനുഭവിക്കാത്ത വലിയ ശാന്തത, നിന്റെ 45-ാമത്തെ വയസ്സുവരെ നീ അനുഭവിക്കാത്ത വലിയ ശാന്തതയാ ഇന്ന് രാത്രി ദൈവമായ കർത്താവ് നിനക്ക് തരാൻ പോകുന്നത്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, വലിയ ചുഴലിക്കാറ്റാണോ? വലിയ ശാന്തതയായിരിക്കും. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞു. വലിയ ചുഴലിക്കാറ്റ് തന്നിട്ട് സ്വർഗം ചെറിയ ശാന്തത നിനക്ക് തരത്തില്ല കേട്ടോ. വലിയ ചുഴലിക്കാറ്റ് തന്നിട്ട് ചെറിയ ശാന്തത കർത്താവ് തരത്തില്ല. വലിയ ചുഴലിക്കാറ്റ് തന്നാൽ ഇന്ന് രാത്രി ഓർത്തോണം, അതിൻ്റെ പുറകെ വലിയ ശാന്തത വരുന്നുണ്ട്. കമോൺ, ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുന്നവർ കുടുംബങ്ങളുണ്ടെങ്കിൽ, ദൈവത്തെ ഒന്ന് അകം തുറന്ന് ആരാധിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിന് മുൻപിൽ ഒന്ന് സ്തോത്രം ചെയ്യ്. വലിയ പ്രതിസന്ധിയാ പാസ്റ്ററെ, കരമുയർത്തി സ്തോത്രം വരാ. എനിക്ക് തന്ന വലിയ പ്രതിസന്ധിക്ക് സ്തോത്രം. പുറകെ വലിയ ശാന്തത വരുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഇനി ഒരു ദൂതടെ പറയാം, പാസ്റ്ററെ എനിക്ക് വലിയ കടമാണ്, എനിക്ക് വലിയ ബാധ്യതയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത്, അതുകൊണ്ട് നിർത്തരുതേ. വലിയ ഒരു സമാധാനമാണ് ഇന്ന് രാത്രി കർത്താവ് നിനക്ക് തരാൻ പോകുന്നത്. എനിക്കറിയത്തില്ല, ഈ രാത്രി ആരെയൊക്കെയോ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ ശരീരത്തിൽ നീ അനുഭവിക്കുന്നത് വലിയ രോഗങ്ങളാ പാസ്റ്ററേ. ഹല്ലേലൂയ, നോ പ്രോബ്ലം അങ്കിളെ. ഭയപ്പെടേണ്ട ആന്റി, സ്തോത്രം, പേടിച്ചു പോകേണ്ട പ്രിയ മകളെ. ദൈവം തരാൻ പോകുന്നത് വലിയ സൗഖ്യമാണ്. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. വലിയ ചുഴലിക്കാറ്റാണോ? ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, പിന്നാലെ ലഭിക്കുന്നത് ചെറിയ ശാന്തതയല്ല. ഹല്ലേലൂയ, വലിയ ചുഴലിക്കാറ്റിന് എപ്പോഴും വലിയ ശാന്തതയായിരിക്കും. അപ്പൊ ഇന്ന് രാത്രി എന്നെ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ മനസ്സ് തുറന്ന് പറയട്ടെ, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പ്രത്യേക ഘട്ടമുണ്ടല്ലോ, നിങ്ങളുടെ തലമുറയ്ക്കകത്ത് യേശുവിന്റെ പേരൻസും യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ തലമുറകൾ തമ്മിൽ ഹല്ലേലൂയ ഉണ്ടാകുന്ന ആ ഒരു മാനസിക പിരിമുറുക്കമുണ്ടല്ലോ, ഒരുപക്ഷെ അത് വലിയ പ്രയാസമായിട്ടായിരിക്കും നിങ്ങളിൽ അത് പ്രതിഫലിക്കുന്നത്. നിങ്ങൾ ഇന്നലകളിൽ കേട്ട ചില വാക്കുകളുണ്ടല്ലോ, ഒരുപക്ഷെ ഒരു വലിയ മുറിവായിട്ടായിരിക്കും നിന്റെ മനസ്സിനകത്ത് അതിപ്പോഴും കിടക്കുന്നത്. പക്ഷെ ഈ രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ നോക്കിയാ പറയുന്നത്, വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന യേശുവിന്റെ നാമത്തിൽ ഒരു 10 സെക്കൻഡ് സ്തോത്രം പറയാൻ പറ്റുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ, ഈ വചനത്തിന് മുൻപിൽ ഒരു 10 സെക്കൻഡ് ആമേൻ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആമേൻ പറയണം. കാര്യം എന്താ? വലിയ ചുഴലിക്കാറ്റാണോ? യേശുവിന്റെ നാമത്തിൽ പുറകെ വലിയ ശാന്തത വരുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, വലിയ ശാന്തത യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി പറ, വലിയ സൗഖ്യം എൻ്റെ കർത്താവ് തരാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ വലിയ സമാധാനം എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ ദൈവം തരാൻ പോവുക. ഇനി ഹല്ലേലൂയ, വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ ആദരം തുറന്ന് പറയണം, യേശുവിന്റെ നാമത്തിൽ വലിയ വമ്പൻ വഴികൾ
എൻ്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ പോവുക. ഇന്ന് രാത്രി ഞാനിത് സന്തോഷത്തോടെ യേശുവിൻ്റെ നാമത്തിൽ ഈ ഗ്രേസ് ടിവിയിലൂടെ ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത്, എൻ്റെ മനസ്സിനകത്ത് ഇന്നലകളിൽ പരിശുദ്ധാത്മാവ് തന്ന് ഒരു ദൂതും ഒരു ആത്മപ്രേരണയുമാണ്. വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്നവർക്ക് ദൈവം വെച്ചിരിക്കുന്നത് ചെറിയ സമാധാനമല്ല, ചെറിയ വിടുതലല്ല, ചെറിയ സ്വസ്ഥതയല്ല, ചെറിയ വഴിയല്ല. ഹല്ലേലൂയ. വലിയ ചുഴലിക്കാറ്റ് അനുഭവിക്കുന്നവർക്ക് വലിയ ശാന്തത. ഇന്ന് രാത്രി അത് വിശ്വസിച്ചോ? ഇന്ന് രാത്രി ആ 2 പദത്തെ മാത്രം കയറി പിടിക്കും. ബാക്കിയുള്ള പടകും ബാക്കിയുള്ള കാര്യങ്ങളും തിരമാലയും എല്ലാം വിട്ടേര്. സ്തോത്രം. ആ 2 പദത്തെ മാത്രം കയറി പിടിച്ചിട്ട് പറ, വലിയ ചുഴലിക്കാറ്റ്, വലിയ പ്രതിസന്ധിയ പാസ്റ്ററെ സങ്കടപ്പെടണ്ട, വലിയ ബാധ്യതയാ പാസ്റ്ററെ സങ്കടപ്പെടണ്ട. സ്തോത്രം. വലിയ രോഗമാ പാസ്റ്ററെ, ഡോക്ടർ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുക, ഇനി 6 മാസം എൻ്റെ ജീവിതം ഉള്ളെന്ന് പറഞ്ഞിരിക്കുക. സാരമില്ലെന്നേ, എൻ്റെ കൊച്ചിനെ നോക്കി അങ്ങനെ പറഞ്ഞിരിക്കുക, അവളുടെ സ്തോത്രം കല്യാണം ഒരു ബാധ്യതയായിട്ട് നിൽക്കുക പാസ്റ്ററെ. യേശുവിൻ്റെ നാമത്തിൽ അവളുടെ കുടുംബജീവിതം ഒരു പ്രതിസന്ധി ഘട്ടം പോലെ നിൽക്കുക പാസ്റ്ററെ. വലിയ ഒരു പ്രതിസന്ധിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി പറയട്ടെ, വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിൻ്റെ പുറകിൽ വലിയ ശാന്തത വരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവമുഖത്തേക്കൊന്ന് നോക്കാമോ? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ആ ദൈവത്തിൻ്റെ കൃപയിലൊന്ന് ആശ്രയിക്കാമോ? നിന്റെ ജീവിതത്തിൽ കർത്താവ് തരാൻ പോകുന്നത് ചെറിയ ശാന്തതയല്ല. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം കണ്ടോ? വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? കണ്ടോ? പേടിക്കണ്ട കേട്ടോ, ഭയപ്പെടണ്ട. എൻ്റെ സന്ദേശം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു രീതിയിലും ഒരു വിഷയത്തിലും നിങ്ങൾ ഇന്ന് അകപ്പെട്ടിരിക്കുന്ന, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസത്തിൽ, പ്രതിസന്ധിയിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വലിയ പ്രതിസന്ധിയാണോ, വലിയ ചുഴലിക്കാറ്റാണോ, ഹല്ലേലൂയ, അതിൻ്റെ പിന്നാലെ വരുന്നത് വലിയ ശാന്തതയാണ്. അപ്പൊ ചുഴലിക്കാറ്റ് എത്ര വലുതാണെങ്കിലും അതിനെ കണ്ട് പിന്മാറരുത്, അതിനെ കണ്ട് ഭയപ്പെടരുത്. ചുഴലിക്കാറ്റ് എത്ര വലുതാണെങ്കിലും സന്തോഷത്തോടെ സ്തോത്രം ചെയ്തോണം. കാര്യം എന്താ? ഈ ചിന്ത, രണ്ടാമത് ഞാൻ പറഞ്ഞ ചിന്ത മനസ്സിൽ വേണം. വലിയ ചുഴലിക്കാറ്റാണെങ്കിൽ വലിയ ശാന്തതയാ ഈ ചുഴലിക്കാറ്റ് കഴിയുമ്പോൾ കർത്താവ് തരുന്നത്. ഇന്ന് രാത്രി ഒരു ദൂതനെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ ചുഴലിക്കാറ്റ് എന്നും നിൽക്കത്തില്ല യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചില വർഷങ്ങളായി നിന്റെ കുടുംബത്തിനകത്ത് അടിച്ചുകൊണ്ടിരിക്കും, ചില മാസങ്ങളായി, ചില ദിവസങ്ങളായി നിന്റെ കുടുംബത്തിനകത്ത് അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചുഴലിക്കാറ്റുണ്ടല്ലോ, അത് എല്ലാ കാലത്തും നിലനിൽക്കത്തില്ല. അത് മാറാൻ പോവുക. ആ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം കുറയാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ. ആ ചുഴലിക്കാറ്റിന്റെ ബലം സ്വർഗം കെടുത്താൻ പോവുക. പക്ഷേ ആ ചുഴലിക്കാറ്റിന്റെ ബലം കെടുത്തി കഴിഞ്ഞാലും നിന്റെ വീടിനകത്ത് നിറയാൻ പോകുന്നത് വലിയ സമാധാനമാണ്. നിന്റെ തലമുറയ്ക്കകത്ത് നിറയാൻ പോകുന്നത് വലിയ ശാന്തതയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിച്ചോ, വലിയ ചുഴലിക്കാറ്റ്, വലിയ ശാന്തത. അതുകൊണ്ട് ഭീരുക്കൾ ആയി മാറരുത്, ഭയപ്പെട്ട് പിന്നോട്ട് പോകുന്നവരായി മാറരുത്. കാറ്റ് വന്നാലും കോള് വന്നാലും ജീവിതത്തിലെ ക്രിസ്തീയ ജീവിതത്തിനകത്ത്, കുടുംബ ജീവിതത്തിനകത്ത്, തലമുറയുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ജോലി മേഖലയിൽ, വ്യത്യസ്തമായ നിങ്ങളുടെ അന്തരീക്ഷത്തിൽ വലിയ ചുഴലിക്കാറ്റടിച്ചാലും നിങ്ങൾ സങ്കടപ്പെട്ടു പോകരുത്, വേദനപ്പെട്ടു പോകരുത്. പിന്നാലെ വലിയ ഒരു ശാന്തത വരുന്നുണ്ട്. ആ ശാന്തതയിൽ, ആ ശാന്തത നൽകി തരുന്ന നല്ല ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് ജീവിക്കാൻ സ്തോത്രം. എൻ്റെ നല്ല പ്രേക്ഷകരെ, ഗ്രേസ് ടിവിയുടെ ഹാലിൽ വചനത്തെ കൊതിക്കുന്ന പ്രേക്ഷകർക്ക് കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന ആഹ്വാനത്തോടെ ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.